ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ തോർന്ന സമയം വെച്ചിട്ട് ഞാൻ ടെറസൊക്കെ കയറുന്നതാണേ. പക്ഷേ എന്നിട്ട് 1-2 തുള്ളി വീതം വീണ് തുടങ്ങുന്നുണ്ട്. പക്ഷേ നമുക്ക് ഓണക്കൃഷി നടത്തണ്ടേ. അപ്പം നമ്മളിതേ കഴിഞ്ഞ ദിവസം നട്ട മത്തയുടെ കുരു ഞാൻ കാണിക്കാവേ. ബാ, ഇത് കണ്ടോ, ഇത് നമ്മൾ അന്ന് കുഴിച്ചിട്ട മത്തയുടെ വിത്തുകളാണേ. അതെല്ലാം തന്നെ കിളുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ സാലഡ് കുക്കുംബർ അന്ന് കുഴിച്ചിട്ടതാണേ. അപ്പോൾ അതിൻ്റെ ബാക്കി വിത്തുകൾ ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാവേ. നോക്കട്ടെ ഇതെന്നാന്ന്. പല സാധനം നമ്മളിവിടെ ഇങ്ങനെ കുതിർത്ത് വെക്കുന്നത് കൊണ്ടാണ് എന്നതാണേന്ന് നോക്കേണ്ടി വരുന്നത് കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാവലിൻ്റെ വിത്തുകൾ കിളുക്കുന്നില്ല. അപ്പം ഞാൻ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരു പാക്കറ്റ് പാവലിൻ്റെ വിത്ത് 24 മണിക്കൂറും വെള്ളത്തിനകത്ത് കുതിർത്തതാണേ. എന്നിട്ട് ഈ തുണിക്കകത്ത്, നനവുള്ള തുണിക്കകത്ത് വാരി കെട്ടിവെച്ചപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഏകദേശം ഒന്നുപോലും കിളുക്കാത്തതില്ല. ഇതൊരെണ്ണം മുളച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇത് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇങ്ങനെ നമ്മൾ പാവലിൻ്റെ വിത്തുകളെ വെള്ളത്തിനകത്ത് കുതിർത്തതിന് ശേഷം വാരി കെട്ടുമ്പോഴേ ഇത് കണ്ടോ, ഇത് ചിലപ്പം കിളുക്കുമോയെന്ന് അറിയത്തില്ല. ഇത് താരതമ്യേന സൈസ് വളരെ കുറവുള്ളൊരു വിത്താണേ. പക്ഷേ ഇതിൻ്റെ ഈ കൂർത്ത അറ്റം കണ്ടോ, ഈ കൂർത്ത അറ്റം നമ്മുടെ കൈ കൊണ്ടാണെങ്കിലും ഇങ്ങനൊന്ന് പൊട്ടിച്ചിട്ട് വെച്ചാൽ പെട്ടെന്ന് മുള വരും കേട്ടോ. അത് പാവലിന് മാത്രമല്ല, പടവലത്തിനും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഞാൻ പക്ഷേ എല്ലായ്പ്പോഴും പടവലമൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം മുളയ്ക്കുന്നില്ലെന്ന് തോന്നിയാൽ ചെയ്താൽ മതി. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ. അപ്പം നമ്മുടെ അന്ന് പടവലത്തിൻ്റെ വിത്തുകൾ ഇതിനകത്താണോ നോക്കട്ടെ എന്ന് നമ്മൾ വാരി കെട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വിത്തുകളാണ് നമ്മളിവിടെ കുഴിച്ചിട്ടത്. ഇതല്ല, ഓരോന്നോരോന്ന് ഞാനിങ്ങനെ ഇതേപോലെ തന്നെ വെള്ളത്തിനകത്ത് കുതിർത്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇതാണ് നമുക്ക് കിളുത്ത് കിട്ടാനായിട്ട് എളുപ്പം. അപ്പം ഇതിനകത്താണ് കണ്ടോ, പടവലമൊക്കെ അങ്ങോട്ട് കണ്ടോ. ഇത് പടവലമല്ല, ഇത് മത്തയായിരിക്കും ഇത്രയും വളർന്നത്. ഇത് കണ്ടോ പടവലം. ഇതേപോലെ പടവലം ഏകദേശം എല്ലാം തന്നെ ഇതിനകത്ത് മുളച്ചാണ് കിടക്കുന്നത്. അന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ പടവലം ഒന്ന് പാകണം. അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കിപ്പം പാകി വെച്ചാലേ ഉള്ളൂ. പാകി മുളച്ച് കിട്ടിയ നല്ലോണം വളരുന്ന ഒരു സമയമായത്. പക്ഷേ പാകി മുളച്ച് കിട്ടുന്നിടം വരെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേപോലെയുള്ളവ നിങ്ങളും ഇതുപോലെ കുതിർത്തിട്ട് കിളിപ്പിക്കാൻ വയ്ക്കുക. പക്ഷേ കുമ്പളം കണ്ടോ, കുമ്പളത്തിന് നല്ലോണം താമസം വന്നിട്ടുണ്ട് കിളുക്കാനേ. ഇത് മുളച്ച് തുടങ്ങുക. അതിനകത്ത് പലതും ഇങ്ങനെ മുളച്ച് തുടങ്ങുന്നതുണ്ട്. അപ്പോൾ കുമ്പളത്തിൻ്റെ ഇത് കുമ്പളമാണേ. കുമ്പളം കിളുത്ത് കിട്ടാനായിട്ട് അല്ലെ മുളച്ച് കിട്ടാനായിട്ട് കുറച്ച് താമസം വരുന്നുണ്ട്. അതിനേക്കാൾ മുന്നേ നമ്മുടെ പാവലും പടവലവും പോലും കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവരെ ഒന്ന് നട്ടു വെച്ചിട്ട് വരാവേ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കാണിക്കാനായതുകൊണ്ടാണ് ഞാൻ പാവൽ പിന്നെ കുഴിച്ചിട്ടത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആവശ്യത്തിന് പാവൽ കിളുത്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ നമ്മൾ സാധാരണയെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിനെ ഇതുപോലെ ഞാൻ കുത്തി ഇളക്കുക ചെയ്യുന്നത് കേട്ടോ. നല്ല ഇളക്കമുള്ള മണ്ണ് തന്നെയാണ്. ഇത്രയും മഴ പെയ്ത് നനഞ്ഞിട്ടും അതിന് കണ്ടോ നല്ലോണം മണ്ണിളക്കം നിൽക്കുന്നുണ്ട് ഇതിന് കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ നല്ലോണം കൊത്തി ഇളക്കിയതിന് ശേഷം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു കുഴി എടുത്തിട്ട് അതിനകത്തോട്ട് ഇച്ചിരി സൂഡോമോണാസ് ഇടുവേ. അതേപോലെ ഞാൻ ഇതിനകത്ത് 3 കുഴി എടുക്കുന്നുണ്ട്. 3ഓ 2ഓ എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ചെറിയ കുഴി വീതം 3 എണ്ണം എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ വിത്തുകൾ പാകി വെക്കാം. അപ്പോൾ ഈ സൂഡോമോണാസിനകത്തോട്ട് ഞാൻ നേരിട്ടല്ല ഇച്ചിരി മണ്ണിട്ടിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഈ കിളുത്ത് നിൽക്കുന്ന മത്തയുണ്ടല്ലോ, മത്തയാണ് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം വേണ്ടെന്ന് വിചാരിക്കുന്ന സാധനമൊക്കെ ചാടി വരും. മത്തയോ ഇതിനകത്ത് ഇങ്ങനെ വെച്ചേക്കാം. ഇങ്ങനെ വെച്ചു. അതുപോലെ ഇത് കണ്ടോ, ഇത് കിളുത്തതാണ്. കിളുത്തത് വെക്കുമ്പം നേരെ വെക്കാളൂ കേട്ടോ. ഇതന്നെ ഇതൊരു പടവലം കൂടി അവിടോട്ട് വീണിരിക്കുന്നത്. ഇതൊക്കെ കൈക്കകത്തിട്ടാലേ നമുക്കതൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനി എന്നാണോ അറിയത്തില്ല. ഇത്രയും സാധനം കൂടെ ഇതിനകത്തോട്ട്. അപ്പോൾ പിന്നെ ഒത്തിരി മണ്ണിട്ടിട്ട് മൂടണ്ട കേട്ടോ. ഉണ്ടെങ്കിൽ കരികിലിട്ട് കൊടുത്താലും മതി. പക്ഷെ ചെറിയൊരു മൂടൽ വേണം താനും, അല്ലെങ്കിൽ ഒച്ചിൻ്റെയൊക്കെ ശല്യം വരും. എന്നൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഒച്ചുകളൊക്കെ ശല്യം വരും. പിന്നെ ഒച്ചുകളുടെ ശല്യം മാറ്റാൻ എന്നാ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് കണ്ടിട്ട് ചെയ്ത് നോക്കിക്കോണം. അപ്പോൾ ഇനി ഇതിനകത്തിടാൻ പടവലം ഇല്ല, അല്ല മത്ത ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ 2 പടവലത്തിൻ്റെ വിത്തുകളെ കൂടി ഇടുക. നമ്മൾ ഈ പടവലമൊക്കെ ഇട്ടാലേ കിളുത്ത് കയറി വന്നു കഴിഞ്ഞിട്ടേ നമുക്ക്
എത്ര എണ്ണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 എണ്ണമൊക്കെ ഇടുന്നത്. ഇപ്പോൾ ഒരു ചോട്ടി 2 എണ്ണം ഇടാവോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ എല്ലാം ഇത് മുളച്ച് വന്നിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പം ഞാൻ ഇതിനകത്ത് ബാക്കി കുറച്ച് സാധനമുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു കട്ട വെറുതെ കിടക്കുവാണേ, അവിടെ കൊണ്ടിട്ടിട്ട് വരാം. അപ്പോൾ അതേ ഇതിനകത്തും കണ്ടോ നല്ല മണ്ണിളക്കമുണ്ട്. എന്തിൻ്റെയാണോ തൈ ഇവിടെ കിളുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ അത് കളയണ്ട, അവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് ഞാൻ മണ്ണിളക്കിയിട്ട് ഇതിനകത്തോട്ട് ഇടാൻ പോവാണേ. എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി, ഒരു 2 or 3 ചുവട് ഏതെങ്കിലും. അപ്പം ഇച്ചിരി സൂഡോമോണാസ് ഇട്ടിട്ടിടാം കേട്ടോ. ഇച്ചിരി കൂടുതൽ ഇട്ടിരിക്കുക. മണ്ണിനകത്ത് നമുക്കങ്ങ് ഇളക്കി ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് സാലഡ് കുക്കുംബറിൻ്റെ ഉണ്ടായിരുന്നേ. അതിപ്പോൾ എന്നതാണെന്നറിയത്തില്ല, ഇങ്ങനെ അവർ കണ്ടമാനം വളർന്നു പോയി. അപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസത്തെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ എടുക്കുമ്പോഴാണ് നമ്മളിതിനെ ബാക്കി ഇടുന്നത്. പിന്നെ ഇതിൻ്റെ മുളച്ചതും അതിനാ ആ കിളിയെ കയറി പിടിച്ച് കാണും. എലിയോ മറ്റേ സാധനമില്ലേ, കുഞ്ഞു കിളിയോ? കുഞ്ഞു കിളി കാണും അതിനകത്തതാ. കുറച്ചെണ്ണം ഞാൻ ഇതിനകത്തോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളെ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പം ബന്ദിയുടെ വീഡിയോ ചെയ്തപ്പം ബന്ദി നട്ടില്ലായിരുന്നോ? അപ്പം നമ്മുടെ ബന്ദി ഇതേ ആരോഗ്യത്തോടെ ചൂട് പിടിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്നാ ചെയ്യുന്നതെന്നറിയോ, ഇതിൻ്റെ തലപ്പ് ഇവിടെ വെച്ചങ്ങോട്ട് വെട്ടിക്കളയും. കണ്ടോ, അത് ഇതിൻ്റെയൊക്കെ ചൂട് പിടിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം തലപ്പ് ഞാൻ ഞുള്ളുവാണേ. ഇങ്ങനെ തലപ്പ് നുള്ളിക്കളഞ്ഞാലേ ഉള്ളൂ കൂടുതൽ ശിഖരങ്ങൾ വന്ന് നമ്മുടെ ചെടിക്ക് നിറയെ പൂക്കളുണ്ടായി കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ എല്ലാം തലപ്പ് മുറിച്ചു കേട്ടോ. ഈ മുറിക്കുന്ന തലപ്പ് നിങ്ങൾ കളയണ്ട, ഏതെങ്കിലും പാത്രത്തിനകത്ത് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് പുതിയ ബന്ദി തൈകളാക്കി നമുക്കിവരെ മാറ്റാനായിട്ട് പറ്റും. ഇതിൻ്റേതും ഇത് കുറച്ച് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തലപ്പ് നമ്മളിങ്ങനെ നുള്ളുവാണ്. പിന്നെ പേടിയുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി സാഫ് കലക്കി പേസ്റ്റാക്കി വെക്കുകയോ കലക്കി ഒഴിക്കുകയോ ഒക്കെ ചെയ്തു കൊടുക്കാം, ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. ഈ തുടർച്ചയായ മഴയല്ലേ, ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഈ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ തന്നെ സാഫ് കലക്കി പേസ്റ്റാക്കി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഓണത്തിൻ്റെ കൃഷിക്ക് വേണ്ടുന്ന പടവലവും പാവലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തക്കാളി നട്ടായിരുന്നേ. അവർ ഇത്രയും ചുവട് പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് ഒരു 2-3 ചുവട് തക്കാളിയും കൂടെ നട്ടുപിടിപ്പിക്കണേ. അപ്പം നമുക്കതൊന്ന് നട്ടുപിടിപ്പിച്ചിട്ട് വരാം. ഇതിനകത്തുനിന്ന് വേണം തക്കാളിയുടെ തൈകളെ ഇവിടേക്ക് നടാൻ കേട്ടോ. ഈ തക്കാളിയുടെ എല്ലാം വിത്തുകൾ നമുക്കിവിടെ മേടിക്കാനുണ്ട്. വിത്തുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും കിട്ടുന്നില്ല എങ്കിൽ ഇതേപോലെ ഞാൻ തരുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഞാൻ തക്കാളിയുടെ വിത്തുകളെ വീട്ടിലെത്തിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ഇവിടേക്ക് ഇതിനകത്ത് ഇതുപോലെ ഞാൻ സാധാരണ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പെട്ടിക്കകത്ത് 3 ചുവടാണ് നടാറേ. അപ്പോൾ എൻ്റെ കൈ കൊണ്ട് ഇളക്കാനുള്ള കാര്യമേ ഉള്ളൂ, കാരണം അത്ര നല്ല ഇളക്കമുള്ള മണ്ണ് ഉണ്ടോ. നമ്മളിപ്പം പറമ്പിലാണ് ഇങ്ങനെ നമ്മുടെ കൈ കൊണ്ട് ഇളക്കി മണ്ണിനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുമോ? അപ്പം തക്കാളിക്ക് നിർബന്ധമായും നമ്മൾ നടുമ്പം ഇതേപോലെ സ്യൂഡോമോണാസോ ട്രൈക്കോഡെർമയോ ചേർത്തിട്ട് മാത്രമേ നടാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് തക്കാളി കിട്ടത്തില്ല. അപ്പോൾ അതേപോലെ നമ്മൾ നട്ടിരിക്കുന്ന ഞാൻ ഇച്ചിരി മുമ്പേ നിങ്ങളെ കാണിച്ചു തന്നില്ലേ ആ തക്കാളിയുടെ ചെടി. അപ്പം മണ്ണുമായിട്ട് നമ്മുടെ സ്യൂഡോമോണാസിനെ കൂട്ടി ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ 2 എണ്ണം വെച്ചിട്ടാണ് നടുന്നത്. 1 വെച്ചിട്ട് നട്ടാലും മതി. എനിക്കിവിടെ പാത്രങ്ങളും സൗകര്യങ്ങളും ഒക്കെ കുറവാണ്. ഈ ടെറസയിലെ സൗകര്യം മാത്രമേ ഉള്ളൂ എനിക്ക് പച്ചക്കറി വളർത്താൻ. അതുകൊണ്ട് ഞാൻ 2 എണ്ണം വെച്ചിട്ട് വെക്കുന്നത്. സ്ഥലവും സൗകര്യവും ഉള്ളവർ 1 വെച്ചിട്ട് വെച്ചാലും മതി. അപ്പം ഞാൻ ഇത്രയും എണ്ണം ഇവിടേക്ക് നട്ടു. ഇനി നമുക്കിത് വളർന്നതിന് ശേഷം സ്യൂഡോമോണാസ് വേണമെങ്കിൽ കലക്കി ഇലകളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വളർന്നതിന് ശേഷം നമുക്ക് ജൈവവളം ചെയ്താൽ മതി. ഇപ്പം ഞാൻ എൻ്റെ പാത്രങ്ങൾക്കകത്ത് എല്ലാം മണ്ണ് നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. നല്ല പോലെ ചാണകപ്പൊടി ഇട്ടിട്ടാണ്. പിന്നെ നമ്മൾ ജൈവവളമൊക്കെ ഒഴിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ പ്രാവശ്യവും കൃഷിക്ക് ശേഷമാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം ഇവർക്കൊന്ന് വളർന്ന് പൊങ്ങാനുള്ള വളം ഈ പാത്രത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം ഇത്രയും മാത്രം ചെയ്തത്. പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ആവശ്യത്തിന് പാവലിൻ്റെ തൈകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ആ പാവൽ കുതിർത്തതെന്ന് പറഞ്ഞില്ലേ, ഇത് കണ്ടോ, ഒരു കൂട് പാവലിനകത്തു നിന്നുള്ള പാവലിൻ്റെ വിത്തുകളാണ് ഞാൻ അപ്പുറയും ഇപ്പുറയും പാത്രങ്ങൾക്കകത്ത് മുളപ്പിച്ചിരിക്കുന്നത്. അപ്പം പാവലിങ്ങനെ വളർന്ന് മുകളിലേക്ക് കയറുന്ന അവസരത്തിൽ ഈ ചെറിയ ശിഖരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെട്ടിക്കളഞ്ഞോണം. പന്തലിൽ എത്തിയതിന് ശേഷം മാത്രമേ ശിഖരങ്ങൾ വളരാൻ അനുവദിക്കാവുള്ളൂ കേട്ടോ, അല്ലേ ചെടിയുടെ ആരോഗ്യം കുറഞ്ഞു പോകും. ഈ ശിഖരങ്ങൾ പോലെ വരുന്ന സാധനത്തിനും വില കുറവായിരിക്കും, ആരോഗ്യം കുറവായിരിക്കും. അതുപോലെ
നമുക്ക് മുകളിലോട്ട് കയറിയവർക്കും ആരോഗ്യം കുറഞ്ഞു പോകും. അതുപോലെ ഇത് ഇങ്ങനെ വളർന്നു വരുന്നതുണ്ടോ, ഇവരെയൊക്കെ നമുക്ക് ഇതുപോലെ പന്തലയിലോട്ട് വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ എൻ്റെ മേളിൽ നിന്നൊരു കയറ് കെട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കരുത്, അയ്യോ പന്തലയിലെ ചെടികളുടെ ഇലകളൊക്കെ അഴുകിയിട്ടുണ്ടല്ലോ. നിങ്ങൾക്കറിയാലോ, തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. എനിക്ക് തോന്നുന്ന കോട്ടയത്താണെന്ന് തോന്നി ഇതുപോലെ മഴ. അപ്പം ഞാൻ എൻ്റെ ഇതുപോലൊരു കയറ് കെട്ടിക്കൊടുത്തിട്ട് ഇവരെ ഇങ്ങനെ ചുറ്റി മുകളിലേക്ക് കയറ്റി വിടുക ചെയ്യുന്നത്. അപ്പോൾ ഇനി കുറേ ഇലകളൊക്കെ കുറച്ചൊക്കെ ഞാൻ ഇടയ്ക്ക് വന്നിവിടെ മുറിക്കുന്നതാണ്. എന്നിട്ടും പഴുത്ത ഇലകളുണ്ട്. അപ്പം നല്ല മഴ ചാറി തുടങ്ങിയിട്ടുണ്ടേ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എനിക്ക് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മഴ അനുവദിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഓണക്കൃഷി ആരും മുടങ്ങാതെ, ഇപ്പോൾ ചെറിയ ചെറിയ മഴയുടെ ഇടയ്ക്കൊക്കെ കിട്ടുന്ന സമയങ്ങളുണ്ട്. ആ സമയത്ത് നിങ്ങൾ കൃഷി ചെയ്യണം. പാവലോ പടവലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തോണം. അതുപോലെ തക്കാളി നട്ടുപിടിപ്പിക്കണം. നമുക്ക് ഓണത്തിന് സാമ്പാർ വെക്കേണ്ടതല്ലേ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാൻ മറന്നുപോലെ. അതുപോലെ നമ്മൾ ഇതേപോലെ വീടുകളിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്തിട്ട് പച്ചക്കറികൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക്, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത് കാണുമ്പം നമ്മൾ ഓരോരുത്തരും ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും